എന്റെ പേര് പ്രസാദ് എന്നാണ്. സ്ഥലം ബാലുശ്ശേരിക്ക് അടുത്ത് പൂരത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ വയറിംഗ് ജോലി, അതായത് വയറിംഗ് മേഖലയിലായിരുന്നു. വയറിംഗ് മേഖലയിലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അതുകൊണ്ട് തന്നെ വയറിങ്ങിന് പോകുന്ന സമയത്ത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം വയറിങ്ങിന് പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ പൊടിയൊക്കെ ആകുന്നൊരു പണിയാ. ആ പൊടി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് വല്ലാണ്ട് അധികരിക്കും. എനിക്ക് തുടക്കകാലത്ത് തന്നെ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തേ ഉള്ള ഒരു അസുഖമാണ്. ഞാൻ ഇതിലേക്ക് വന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എനിക്ക് സ്കൂൾ പഠിക്കുന്ന കാലത്തേ ഉള്ള ഒരു അസുഖമായിരുന്നു സോറിയാസിസ്. ആ സമയത്ത് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഒക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് മാറിയിട്ടില്ല. അത് ഇടയ്ക്ക് വിട്ടുപോകും, പിന്നെ രണ്ടാമതും വരും. അങ്ങനെ കളിക്കുന്ന സമയത്ത് ആദ്യം തലയിലായിരുന്നു ഇതിന്റെ പ്രശ്നങ്ങൾ. തലയിൽ ഒന്നായിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നവരെ അല്ലെങ്കിൽ വന്നിട്ടുള്ള കണ്ട ആളുകളൊക്കെ പരിചയമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. തലയിൽ ഒന്നായിട്ട് കട്ട പിടിച്ചിട്ട് താരൻ പോലെ കട്ട പിടിച്ചെടുക്കും. പക്ഷെ അതിന്റെ മുകളിൽ എന്തുണ്ട്, അത് വെറും താരനല്ല, പൊട്ടി ഇങ്ങനെ ചെറുങ്ങനെ നീരൊലിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കുറെ ഡോക്ടറെ കാണിച്ചതിന്റെ ഫലമായിട്ട് എന്താ അറിയില്ല, തലയിൽ നിന്ന് മാറിയിട്ട് വന്ന് പിന്നെ കാലിൽ മലായി, കാല് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിയൊലിക്കുക, ചെരുപ്പിടാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായി. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണം, ജീവിക്കണേ പണിക്ക് പോകണമല്ലോ. അങ്ങനെ പണിക്ക് പോകുന്ന ഒരു കാലത്ത് കുറച്ച് ദിവസം പണിക്ക് പോകാൻ പറ്റും, പിന്നെ പണിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് എന്റെ ഒരു ബന്ധു, കൂമളിലുള്ള മതിലാൽ സാറ്, ഒരു ആളെയും കൂട്ടിയിട്ട് ഈ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുക. ആ സമയത്ത് അവർ വന്ന് കാര്യങ്ങൾ, ആ ലീഡർ എന്ന് പറഞ്ഞാൽ ഇന്നില്ല, അയ്യൂബ് സാറിനൊക്കെ പരിചയം ഉണ്ടാവും, ഷൈജു സാറാണ്, ബാലുശ്ശേരി ഉണ്ടായിരുന്ന ഷൈജു സാറ്. പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഇവര് രണ്ടും കൂടിയാണ് എന്റെ വീട്ടിൽ വന്നിട്ട്, ഷൈജു സാറാണ് എനിക്ക് ഇതിന്റെ പ്ലാന് പറഞ്ഞത്. പ്ലാന് പറയാൻ നമ്മളാരും തുടക്കകാലത്ത് എന്ത് ചെയ്യില്ല, ഈ പ്ലാന് ശ്രദ്ധിക്കുന്ന യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഷൈജു സാർ പറഞ്ഞ് ഈ പ്ലാനൊക്കെ നിങ്ങൾക്കറിയാം, ഇതിന്റെ ബുക്കിലേക്ക് കടക്കുമ്പോൾ എല്ലാത്തിനും ഒരു ചുവന്ന കളറുള്ള സാധനം ഉണ്ടാവുക, ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന തീർത്ത്. ഇത് കണ്ട സമയത്താണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇതിന് മുന്നേ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് സോറിയാസിന്റെ പ്രശ്നം തന്നെ, ഇതിലെ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും വൂണ്ട് ഹീലിംഗ് ക്രീമും, ഇത് രണ്ടും ഞാൻ 1-2 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ ഉപയോഗിച്ച സമയത്ത് എന്താ വെച്ചാൽ, എനിക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ടുതരുന്ന ആള് തന്നാല് ഇതിന്റെ ബിസിനസ്സോ ഇതിൽ ഐഡിയ അടിക്കുക എന്നുള്ളതോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവര് ഒരു മാസത്തേക്ക്, അതായത് 1 മാസത്തേക്ക് 3 ബോട്ടിൽ ബ്ലഡ് പ്യൂരിഫയറും, ഞാനത് MRP തന്നെ കൊടുത്ത് വാങ്ങുന്നതാണ്. ആദ്യ പ്രാവശ്യം വാങ്ങി, 2ാമത്തെ പ്രാവശ്യം വാങ്ങി. ഇത് ഞാൻ ഉപയോഗിച്ച്, പക്ഷെ എന്താ പറയാ, തുടക്കകാലത്ത് ഈ ബിസിനസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ അടിച്ചാൽ അത് വില കുറച്ച് കിട്ടുന്നു, അതിലിങ്ങനെ അവസരം ഒന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ MRPക്ക് ആദ്യം കൊടുത്താൽ, രണ്ടാമത് അയാൾ ചോദിച്ച അയാൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസ് അവസരം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം. ഇപ്പൊ എന്നോട് ഈ ബിസിനസ് അവസരവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, അവരോട് വാങ്ങി ഉപയോഗിച്ചു. അതിന് ശേഷമാണ് ഇവര് രണ്ടും കൂടി എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അത് കണ്ടാലും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഞാൻ 1-2 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇവരെങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഷൈജു സാറ് എന്ന് പറഞ്ഞാൽ, പുള്ളി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പൈസ വാങ്ങാണ്ട് പുള്ളി പോവുകയില്ല. അത് പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റിയാണ്. അവിടുന്ന് എന്തെങ്കിലും ഒരു പൈസ വാങ്ങുക, അതായത് നമ്മളെ കൊണ്ട് ഒരു അഡ്വാൻസ് എങ്കിലും വാങ്ങാണ്ട് പുള്ളി പോയില്ല. അത് എനിക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ 1-2 വീട്ടിൽ പുള്ളിനെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ഈ ബ്ലഡ് പ്യൂരിഫയർ ഇത് മാത്രം കഴിച്ചാൽ പോരാ, ഇതിന്റെ കൂടെ 95 നമ്മൾ പ്രൊഡക്റ്റ് കൂടി നമുക്കുണ്ട്, അതും കൂടി കഴിക്കണമെന്നാണ്. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അന്നെന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പറയാ, വയറിംഗ് പണിക്ക് കുറെ കാലമായിട്ട് പണിക്ക് പോകാതിരിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് എന്റെ അടുത്ത് 2000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് പുള്ളി പോയത്. നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒരു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും, അത് കൊടുത്ത് പോട്ടെ കഴിഞ്ഞ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മളൊക്കെ കരുതുക. ഞാനും കരുതി അങ്ങനെ തന്നെ. പക്ഷെ പിറ്റേന്ന് രാവിലെ തന്നെ എന്തുണ്ട്, അതിന്റെ ബാക്കിക്ക് പുള്ളി വന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ കൂടെ നിർബന്ധിച്ച് 5000 രൂപ കൊടുത്ത് ഐഡിയ അടിച്ചു. 5000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ 95 ബ്ലഡ് പ്യൂരിഫയർ അതേപോലുള്ള സാധനങ്ങൾ അത് ഞാൻ ഉപയോഗിച്ചു. അത് ഞാൻ ഉപയോഗിച്ചപ്പോ ഈ പറഞ്ഞതുപോലെ എനിക്ക് വില കുറച്ച് കിട്ടി. പിന്നെ ഞാൻ ഉപയോഗിച്ചത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഈ പറഞ്ഞ സോറിയാസിസ് അസുഖം ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അത് അലോപ്പതി കാണിച്ചിട്ടുണ്ട്, ആയുർവേദം കാണിച്ചിട്ടുണ്ട്, ഹോമിയോപ്പതി കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ ഇതും കാണിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കാണിക്കുമ്പോൾ ഇത് മാറിക്കഴിഞ്ഞ് പിന്നെ വീണ്ടും എന്ത് ചെയ്യും, കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും വരും. പക്ഷെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്തില്ല,
എനിക്കത് പിന്നെ വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് എനിക്ക് പ്രൊഡക്റ്റിൽ ഭയങ്കര വിശ്വാസം. പ്രൊഡക്റ്റ് നല്ലതാ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രൊഡക്റ്റ് നല്ലതായാലില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യല, പ്രൊഡക്റ്റ് നല്ലതുകൊണ്ട് മാത്രം നമ്മൾ ചാടി കയറി ബിസിനസ് ചെയ്യുന്നില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെ ബിസിനസ് ചെയ്യാനൊന്നും റെഡി ആയില്ല. ആ സമയത്ത് എനിക്ക് വയറിങ്ങിന് പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നമ്മളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാവും സംഘങ്ങൾ അല്ലെ, സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ, അങ്ങനെ കുറെ സാധനങ്ങളില്ലേ. അപ്പൊ ഇവിടെ സംഘത്തിന്റെ പേരിൽ ഒരു ഷോപ്പ് തുടങ്ങി. ഷോപ്പ് തുടങ്ങിയ സമയത്ത് കുറച്ചു കാലം കഴിഞ്ഞ് സംഘത്തിന്റെ ആ ഷോപ്പ് ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഏതായാലും പണിക്ക് പോകാൻ പറ്റില്ല, ആ ഒരു ഷോപ്പ് ഏറ്റെടുത്തു. അങ്ങനെ ആ ഷോപ്പിൽ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ആ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് വീണ്ടും ഇങ്ങനെ വന്നുകൊടുക്കും ഷോപ്പിൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്യല, ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നിരന്തരം വന്ന് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി. ആദ്യം വന്നത് ഷൈജു സാറും മുതലാളിയായിരുന്നു. പിന്നെ അനിൽകുമാർ സാർ ബാലുശ്ശേരിയിലെ പുള്ളി വരാൻ തുടങ്ങി. അങ്ങനെ വന്നിട്ട് നമ്മുടെ എന്താ പറയാ എന്റെ ഷോപ്പിൽ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റോ GTSO ഇതേപോലുള്ള പല സംഗതികളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു RTP ആണ്, 2 day RTP. അതായത് ഈ ബിസിനസിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് 2 day RTP. ഞാനന്ന് പോയത് ശരിക്ക് നിങ്ങളൊക്കെ പലരും RTPയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഞാനന്ന് പോയത് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്വതവേ എന്താ പറയാ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പാന്റ് ഇട്ടു. പിന്നെ ഞാൻ പാന്റ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു മുണ്ടോ കൊടുത്തിട്ടാണ് ഞാൻ RTP പോയത്. പക്ഷെ RTP പോയവരാണ് മനസ്സിലായത് അവിടെ ആകെ മുണ്ടെടുത്ത് RTPയിൽ എത്തിയത് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പാന്റും നല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഏറ്റവും പുറകിൽ പോയിരുന്നു. അങ്ങനെ RTP അറ്റൻഡ് ചെയ്തു. പക്ഷെ ആ RTPയിൽ എനിക്ക് എന്താ പറയാ, ആദ്യമായിട്ട് പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ആദ്യമായിട്ട് ആ RTPയിൽ ഫസ്റ്റ് സെഷൻ എടുത്ത് എനിക്കൊന്ന് ഓർമ്മയുണ്ട്, നമ്മുടെ ഹരികൃഷ്ണൻ സാറാണ്. പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിരുന്നു ഫസ്റ്റ് സെഷൻ. പിന്നെ അതുപോലെ കുറെ ആളുകൾ അങ്ങനെ ആ RTPയിൽ ഞാൻ പങ്കെടുത്തു, തിരിച്ചു വന്നു. RTP പങ്കെടുത്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ലീഡേഴ്സ് പിന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഇതിൽ ഫോളോ അപ്പ്. ഞാൻ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ ജീവിതത്തിലും അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ. അങ്ങനെ നിരന്തരം ഈ ബിസിനസിന്റെ മീറ്റിങ്ങിന് ക്ഷണിക്കാൻ വരും. അങ്ങനെ ഇവരെ നിർബന്ധപൂർവമായ ഇതിന്റെ പേരിൽ 1-2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ബിസിനസ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇതൊരു ബിസിനസ് എനിക്ക് തീരെ പരിചയമുള്ള മേഖലയല്ല. പിന്നെ ഇതേപോലുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ നാട്ടിലൊക്കെ തന്നെ ഇത് നിറപറ എന്നുള്ള പേരിൽ കുറെ ആളുകളോട് പൈസ ഒക്കെ വാങ്ങി ചിലർക്ക് പ്രോഡക്റ്റും കിട്ടിയില്ല, ഒന്നും കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ഞാൻ ആദ്യം ഇതിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും പോയാലും മനസ്സിലായത് ഇതിൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ടോട്ടൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. നമ്മളൊക്കെ ചെയ്യുന്നത് വേറെ ആരെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ശരിക്ക് നമുക്ക് അയാളെയും കൂട്ടി നേരെ ഔട്ട്ലെറ്റ് പോയിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കത് സുഖമായിട്ട് നടക്കും. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് അയാളെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സൗകര്യം ഇല്ല. ഞാൻ ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യുന്ന പൂളാടിക്കുന്നിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. അവിടെ പോയിട്ട് സാധനം എടുക്കുക ചെയ്യുക. എനിക്ക് ഓർമ്മ ഉണ്ട്, അന്ന് ചില ദിവസങ്ങളൊക്കെ അപാര തിരക്കായിരിക്കും. ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രിക്ക് തിരിച്ചു പോകുന്ന ദിവസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഈ പൂളാടിക്കുന്നിൽ പോയിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്ത് എന്ത് ചെയ്യാ എനിക്ക് കൊണ്ടുതന്നു. അങ്ങനെ ഇവരുടെ ഈ കുറെ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും പങ്കെടുത്ത സമയത്തും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായ കാര്യം ഇതിൽ നമുക്ക് നഷ്ടമില്ല, പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അവരോട് പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് എന്താ പറയാ, അവർക്കും നഷ്ടമല്ല. അവര് പറയുന്ന അവർക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഇനി അല്ലെങ്കിൽ ബിസിനസ് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ആ നിലയ്ക്ക് ഇത് പറഞ്ഞത് സംബന്ധിച്ച് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് വലങ്ങനെ ഇങ്ങോട്ട് പോകാൻ ഉണ്ടായത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആളുകൾക്ക് എന്തുണ്ട്, പിന്നെ എവിടെയും പോകാതില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ലീഡേഴ്സിനെ ശരിക്ക് അത്ര അഭിനന്ദിക്കണം. കാരണം ആ സമയത്തും നിങ്ങൾക്ക് നാട്ടിൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് പലർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ആ സമയത്തും ലീഡേഴ്സ് പല വഴികളും ഉണ്ടാക്കി എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ ഞാൻ വീട്ടിൽ വിളിച്ചിരുത്തിട്ട് അങ്ങനെ ചെറുങ്ങനെ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് മീറ്റിംഗ് നടന്നു. ആ സമയത്ത് മറ്റുള്ളവർക്ക് എവിടെയും പോകാനില്ല. ആ മീറ്റിംഗ് നടന്ന സമയത്ത് അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ വന്ന ഒരു ലീഡർ ആയിരുന്നു നമ്മുടെ രഞ്ജിത്ത് സാർ. രഞ്ജിത്ത് സാറിന് നിങ്ങൾക്ക് ഒരുവിധ ആളുകളൊക്കെ പരിചയം ഉണ്ടാവും. അങ്ങനെ കുറെ ആളുകൾ എന്റെ വീട്ടിൽ വന്നു.
രഞ്ജിത്ത് സാറ് ഈ ഞാൻ തുടക്കത്തിൽ വിളിച്ച മീറ്റിംഗിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ആളുകൾ വന്നിട്ടുമില്ല. ആദ്യം വിളിച്ച ഹോം മീറ്റിംഗുകളാണ്, നമ്മളൊക്കെ ഹോം മീറ്റിംഗ് ചെയ്യുന്നില്ലേ, ഈ ഹോം മീറ്റിംഗിലേക്ക് എന്ത് വന്നിട്ടില്ല, ഞാൻ ക്ഷണിച്ച് ആരും വന്നിട്ടില്ല. അങ്ങനെ ഞാനൊരു ദിവസം ഹോം മീറ്റിംഗ് കഴിച്ച് ലീഡേഴ്സ് വന്നപ്പോൾ ആരും വന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ തൊട്ടടുത്താണ് ഇന്ന ആളുകൾ വീട്, നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോകാം. അങ്ങനെ പോയിട്ടാണ് രഞ്ജിത്ത് സാറിന്റെ ഒക്കെ ഐഡി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. രഞ്ജിത്ത് സാറിന്റെ വീട്ടിലേക്ക് പറ്റും. ആ രഞ്ജിത്ത് സാറിന്റെ വീട്ടിലേക്ക് പോയി ഐഡി ക്രിയേറ്റ് ചെയ്തു. ഈ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ ചെറിയ ചെറിയ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് കൂടെ എന്ത് ചെയ്തു, ഇവർക്ക് ഈ ബിസിനസ്സിനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലായി. ആ മീറ്റിംഗിൽ നമ്മുടെ പള്ളിയത്തുള്ള ശ്രീധരൻ സാറ് ഈ വർക്ക്ഷോപ്പ് എന്ന് പറയും, നമ്മളൊക്കെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താറുള്ളത്, ഈ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ എന്റെ വീട്ടിൽ നടത്താൻ തുടങ്ങി. ആ വർക്ക്ഷോപ്പിൽ കൂടെ കുറെ ആളുകൾക്ക് എന്ത് ചെയ്തു, ഈ ബിസിനസ് മനസ്സിലായി. ഈ ബിസിനസ് മനസ്സിലായ അതിനുശേഷം അവരൊക്കെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാനിറങ്ങിയത് കൂടെ ആ ടീം കൂടെ ഒക്കെ ടീം ഡെവലപ്പായി. അങ്ങനെ വന്ന ടീമാണ് എനിക്ക് ഇന്നുള്ള ടീം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ വന്ന. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ വന്ന നമ്മളൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യരുതാത്ത കാര്യങ്ങൾ. ഞാൻ ഇതേപോലെ കുറെ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, രണ്ടാള് എന്റെ ഓർഗനൈസേഷൻ 1 ഉം 2 ഉം രണ്ടാൾ വന്നാൽ എന്തായി, ഒക്കെ ബിസിനസ്സായി. ആ ധാരണയിലാണ് നമ്മൾ ആദ്യം തന്നെ രണ്ടാളുകൾക്ക് ഇത് പറയാൻ പോകുന്നത്. പക്ഷെ ഈ ബിസിനസിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യല, നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ അത് കേട്ടാൽ നമ്മൾ കൂടെ വരാനോ ഒന്നും തയ്യാറാവില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബിസിനസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ. അല്ലാതെ ആദ്യം തന്നെ രണ്ടാളെ പിടിക്കുക എന്നുള്ളത് നമ്മൾ പണിയല്ല. സ്വതവേ എല്ലാവരും ചെയ്യുന്ന പണി അതാ, രണ്ടാളെ പിടിക്കുക. നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഈ ബിസിനസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ മീറ്റിങ്ങും ട്രെയിനിങ്ങുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇതൊരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സാണ്. ഈ സിസ്റ്റം ബേസ്ഡ് ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കഴിവിനല്ല ഇവിടെ പ്രാധാന്യം, ഈ സിസ്റ്റത്തിനാണ് പ്രാധാന്യം. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ GTS, FSS ഇതേപോലെ മീറ്റിങ്ങും ട്രെയിനിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ മീറ്റിംഗ് ട്രെയിനിങ് പങ്കെടുത്ത് ഇതെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, ഈ ബിസിനസ് എന്തിനാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ മറ്റുള്ള ഒരു പണി പോലെ എന്താ പറയാ, നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വൈകുന്നേരം വരെ പണിക്ക് പോകുന്ന ആ ഒരു ലാഘവത്തോടുകൂടി ഈ ബിസിനസ് ചെയ്യുന്നത്. ശരിക്കും തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ പണിയെടുക്കൽ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു എന്താ പറയാ ഒരു പണിയായിട്ട് നിങ്ങൾ കാണരുത്. ഇത് നമ്മുടെ ജീവിതമാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു 4-5 വർഷം നല്ല ശക്തമായി നിങ്ങൾ ഇതിൽ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവും. ആ നെറ്റ്വർക്കാണ് ഭാവിയിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ വരുമാനവും നമ്മളെ ഭാവി തലമുറയിനെയും സുരക്ഷിതമാക്കുന്നത് ആ നെറ്റ്വർക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബിസിനസ് പറ്റി ഒന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും താമരശ്ശേരി GTS നടക്കാറുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും കോഴിക്കോട് നടക്കാറുണ്ട്. ഇതേപോലെ പല സ്ഥലത്തും നിങ്ങളേതായ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. ഈ GTSലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാന്നാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ആ മീറ്റിംഗിൽ എത്തിക്കുക. ആ മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ FSS ഇതേപോലെ എല്ലാ ട്രെയിനിങ്, അതായത് നിങ്ങൾ ലീഡേഴ്സ് വിളിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, ഇതിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യും, ഒരു ധാരണ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് മീറ്റിംഗ് കിട്ടില്ല. രണ്ടാമത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ലിസ്റ്റ് ഇടുക എന്നുള്ള. ഒരു തുടക്കക്കാരനോട് ഈ ബിസിനസ്സിൽ ലിസ്റ്റ് ഇടാൻ പറഞ്ഞാൽ അവൻ ലിസ്റ്റ് ഇടാൻ യാതൊരു സാധ്യതയില്ല. നിങ്ങൾ പറയും, അവരെന്ത് ചെയ്യും, ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ നിങ്ങളൊരു FSS അതേപോലെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ ഇയാൾക്കറിയാം ഈ ലിസ്റ്റ് എന്തിനാ ഇടുന്നത്. ആ രീതിയിൽ അവരെ കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഈ ബിസിനസ്സിൽ എത്തിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട പണിതാ ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യുക. ഈ ലിസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 100-200 ആളുകളുടെ ലിസ്റ്റ് ഇടാനുണ്ടാവും. ഈ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, അതെങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളെ അപ്പൻ ലീഡേഴ്സ് പറഞ്ഞുതരും. കാരണം നമുക്കറിയാം ഇതൊരു ടീം വർക്കാണ്. ടീം വർക്കിൽ ലീഡേഴ്സിന്റെ പങ്കിന് കുറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളെ ലീഡേഴ്സ് നിങ്ങൾക്ക് എന്താ പറയാ മോശമാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങളോട് പറയില്ല. അപ്പൊ നിങ്ങളെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ലീഡേഴ്സിന്റെ സഹായം തരിക. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണി ആ ഷോർട്ട് ലിസ്റ്റ് ആളുകളെ ഈ ബിസിനസ് കേൾപ്പിക്കുക എന്നുള്ളതാണ്. ബിസിനസ് കേൾപ്പിക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ GTSലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ എത്തിക്കാം. പിന്നെ ഉള്ളത് ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളൊരു മീറ്റിംഗ് നടത്തണം. അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഒരു ദിവസം നിശ്ചയിക്കുക, അന്ന് ലീഡേഴ്സിനോട് പറയാം, അന്ന് നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളെ ഈ ഹോം മീറ്റിംഗിലേക്ക് ക്ഷണിക്കുക. പിന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ
നമുക്ക് 1-to-1 എന്ന് പറയും. നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് നിന്ന് അവരോട് ഈ ബിസിനസ് പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ആളായാലും ഒരു കാരണവശാലും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ എന്ത് ചെയ്യരുത്, പോയിട്ട് ബിസിനസ് പറയാൻ ശ്രമിക്കരുത്. കാരണം ആ സമയം അയാൾ വേറെ എന്തെങ്കിലും മാറ്റി വെച്ചാൽ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടില്ല. നിങ്ങളിപ്പോ അയാളോട് സമയം വാങ്ങാതാണ് അയാളെ വീട്ടിൽ പോകുന്നതെങ്കിൽ, അയാൾ വേറെ എന്തോ ആവശ്യത്തിന് പോവുകയാണെങ്കിൽ പിന്നെ അയാളോട് നിങ്ങൾക്ക് സമയം കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം നിങ്ങൾ എന്തിനാ വരുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും പുള്ളിയുടെ സമയം വാങ്ങാൻ എന്ത് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി പറയരുത്. ഈ ബിസിനസ് പറയാനും ഇതിനൊക്കെ ചിലപ്പോൾ പുതിയ ആളുകൾ എന്ത് വരും, നമ്മളെ നിർബന്ധത്തിന് വഴങ്ങി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ അവരോട് ബിസിനസ് പറയും. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളിലാണ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുന്നത്, അബദ്ധം പറ്റുന്നത്. നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയില്ലേ, ഈ ഫോളോ അപ്പ് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഒരാളോട് ബിസിനസ് പറഞ്ഞ് അയാളെ ഫോളോ അപ്പ് ചെയ്ത് 1-2 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യും. ആ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ അതോടുകൂടി ആ ഫോളോ അപ്പ് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പല ആളുകളും ചെയ്യുന്ന പണി. പക്ഷെ നമ്മൾ പല ട്രെയിനിങ്ങുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, 5-6 ഫോളോ അപ്പ് കഴിഞ്ഞാലാണ് ഒരു സെയിൽസ് ക്ലോസ് ആവുക. ഏറ്റവും കൂടുതൽ സെയിൽസ് ക്ലോസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ 5-ാമത്തെ 6-ാമത്തെ ഫോളോ അപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ പ്ലാൻ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ടാർഗറ്റ് വേണം നമ്മൾ അയാളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്. ആ ടാർഗറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അയാളെ ഫോളോ അപ്പ് ചെയ്യുക. അത് നിങ്ങൾ പോയി പ്ലാൻ പറഞ്ഞു, പിന്നെ ലീഡേഴ്സിനെയും കൂട്ടി നിരന്തരം ഒരു ഫോളോ അപ്പ്. എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫോളോ അപ്പ് 24 മണിക്കൂർ ചെയ്യണം, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ചില ലീഡേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട്, ഞാൻ 4-5 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇന്നാണ് ബിസിനസ് വന്നത്. അപ്പൊ ഫോളോ അപ്പിന് ഇതിൽ അത്രയും പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ അമളി പറ്റുന്നത് ഈ ഫോളോ അപ്പിലാണ്. ഈ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ഈ ബിസിനസ്സിൽ വന്നു. അയാൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണി എന്താ, ഈ ഫോളോ അപ്പ് എന്നുള്ളത് അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ സീരിയസ് ആയിട്ട് എപ്പോഴാണോ അയാൾ ഈ ബിസിനസ്സിൽ ഇറങ്ങുന്നത്, അതായത് നിങ്ങളുടെ ഒരു കോള് പോവാതെ അയാൾ ഈ ബിസിനസ്സിൽ എപ്പോഴാണോ ഇറങ്ങുന്നത് അതുവരെ നിങ്ങൾ അയാളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? ഞാൻ ഈ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഇതിന്റെ പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി. അതായത് ഒരാള് നിങ്ങളുടെ ഒരു കോളില്ലാതെ ഈ ബിസിനസ് ഇറങ്ങാതെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളെ എന്താ പറയാ, പാസീവ് ഇൻകം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെ സാന്നിധ്യമില്ലാതെ നിങ്ങൾ ലീഡേഴ്സ് ഈ ബിസിനസ്സിൽ ഇറങ്ങണം. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുക. അപ്പൊ ആ പാസീവ് ഇൻകം നിങ്ങൾ കിട്ടണമെങ്കിൽ ഇയാളെ നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്തിട്ട്, അതായത് നിങ്ങളെ ബിസിനസ്സിൽ ഐഡിയ അടിച്ചു, നിങ്ങൾ നിരന്തരമായിട്ട് പ്രോഗ്രാമിലേക്കും ബിസിനസിന്റെ മറ്റ് FSS ട്രെയിനിങ് ഇതേപോലെ എല്ലാ സംഗതികളും ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ ബിസിനസ് സീരിയസ് ആവും. ആ ചെയ്ത് തീരുന്നവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പണി. ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വന്നാൽ നിങ്ങൾ ചെയ്ത പണി തന്നെ അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ കൂടെ വന്ന ആളുകളെ കൊണ്ട് ലിസ്റ്റ് ഇടിക്കണം. ഈ തുടക്കത്തിൽ വന്ന ആളുകളെ ലിസ്റ്റ് ഇടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അയാൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പണി, അയാൾക്ക് പ്രൊഡക്റ്റ് എടുത്തു. ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നേരെ ഔട്ട്ലെറ്റ് പോവുക, അദ്ദേഹത്തിന്റെ ഐഡിയയിൽ എങ്ങനെയാ പ്രൊഡക്റ്റ് എടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുക. ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നേരെ ആ പ്രൊഡക്റ്റുമായി നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അതായത് നിങ്ങൾ രാവിലെയാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, രാവിലെ ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ സൗകര്യം ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ പുള്ളിയോട് പറയാ, ഈ ബോക്സ് പുള്ളിക്ക് കൊടുത്തിട്ട് പറയാ, ഇത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, ഞാൻ വൈകുന്നേരം വരും, വന്നിട്ട് നമുക്ക് പൊട്ടിക്കാന്ന് പറയാം. അങ്ങനെ പുള്ളിയോട് വീട്ടിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വൈകുന്നേരം നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ആ ബോക്സ് പൊട്ടിച്ചിട്ട് ആ വീട്ടിലെല്ലാവരെയും, ചിലപ്പോൾ ഒരാൾ മാത്രമേ ആ ബിസിനസിന്റെ പ്ലാൻ കേട്ടിട്ടുണ്ടാവും. ആ പ്ലാൻ കേട്ടിട്ടുള്ള ഒരാളെ മാത്രമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ആ വീട്ടിലുള്ള മൊത്തം ആളുകൾ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ആ ബിസിനസ്, അതായത് ഈ പ്രൊഡക്റ്റിന്റെ ബോക്സ് പൊട്ടിച്ചിട്ട് അതിലുള്ള പ്രൊഡക്റ്റ് എന്താണ് അതൊക്കെ ഒന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. അതിനുശേഷം വീട്ടുകാരെ മൊത്തത്തിൽ ഇരുത്തി എന്ത് ചെയ്യുക, ഇതിന്റെ പ്ലാനും ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം വീട്ടിലുള്ള എല്ലാവരും പോസിറ്റീവ് ആയാൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ പോസിറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത പണി തന്നെ അയാളെ കൊണ്ട് അവിടുന്ന് ലിസ്റ്റ് ഇടിക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും, അയാളെ മാത്രം, അയാളെ വീട്ടിലെ എല്ലാവരുടെയും പേരും ആ ലിസ്റ്റിൽ വരും. അപ്പൊ ആ ലിസ്റ്റ് പുള്ളിയെ കൊണ്ട് അവിടെ നിന്ന് തന്നെ ഇടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റ് ഇട്ടോന്ന് പറഞ്ഞാൽ പൂരല്ല, നമ്മൾ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിനോട് ബുക്ക് എടുക്കാൻ പറയാം. ആ ബുക്ക് എടുത്തതിന് ശേഷം അതിൽ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പേര് നമ്മൾ ആദ്യം കുറച്ച് ആളുകളെ അദ്ദേഹത്തിനോട് ചോദിച്ച് എഴുതിയിട്ട് കൊടുക്കുക. അങ്ങനെ എഴുതി കുറച്ച് ആളുകൾ നമ്മൾ പേര് എഴുതി കൊടുത്താൽ ഇതേപോലെ ബാക്കിയോട് ഇടാൻ പുള്ളിയോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, പുള്ളി ചെയ്യും. പിന്നെ ഈ ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുള്ളിയെ അടുത്ത FSSലോ GTSലോ ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം പുള്ളിയുടെ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യണം. ഇത് ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ
ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യവും ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം തരുന്ന ഒരു സാധനമാണ് ഹോം മീറ്റിംഗ്. പക്ഷെ ഇപ്പൊ അത് കാര്യമായിട്ട് എനിക്ക് മനസ്സിലാകാത്ത പല ടീമിനും കാര്യമായിട്ട് എന്ത് ചെയ്യുന്ന ഹോം മീറ്റിംഗ് നടക്കാറില്ല. ഹോം മീറ്റിംഗ് നടത്തുന്നത് തന്നെ ഒരു ചടങ്ങായിട്ട് മാറി. അതായത് നമ്മളെ ലീഡേഴ്സ് അയാളോട് വിളിച്ചു കയറി അന്ന് ഹോം മീറ്റിംഗ് പുള്ളിയുടെ ഡേറ്റും പറയും. പുള്ളിയുടെ ഡേറ്റ് പറഞ്ഞാൽ നമ്മളെ ലീഡേഴ്സ് എന്താ ചെയ്യുക, പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ഇപ്പോ നാളെ രാത്രി 7 മണിക്കാണ് പുള്ളി ഹോം മീറ്റിംഗ് വെച്ചാൽ നമ്മളും ഏതാണ്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുക ലീഡർമാർ. ശരിക്കും അങ്ങനെയല്ല നമ്മൾ ലീഡർമാർ ചെയ്യേണ്ടത്. പുള്ളിയുടെ മീറ്റിംഗ് 7 മണിക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 മണിക്ക് ആ വീട്ടിലെത്തണം. ആ വീട്ടിലെത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ആരൊക്കെയാന്ന് വിളിച്ചത് പുള്ളി വിളിച്ച ആളുകളെ ഒന്നും കൂടി വിളിപ്പിക്കുക. ഒന്നുകൂടി വിളിപ്പിച്ച് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് പുള്ളി ഒരു 10 ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 4-5 ആള് വരും. ഈ ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി ചിലപ്പോ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട, ഞാനൊക്കെ ഈ തുടക്കത്തിൽ ഹോം മീറ്റിംഗ് വിളിച്ച സമയത്ത് ഞാൻ കുറെ ആളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒറ്റ ആള് പോലും വന്നിട്ടില്ല. അതേപോലെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യണം, അയാൾ വിളിച്ച ആളുകളെ അതുപോലെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ലീഡേഴ്സിന് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച ഹോം മീറ്റിംഗിലേക്ക് ഈ പറഞ്ഞതുപോലെ 10 ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 5 ആളെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ ഹോം മീറ്റിംഗ് സക്സസ് ആക്കി എടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ വരുന്ന ആള് ഹോം മീറ്റിംഗ് നമ്മുടെ ഹോം മീറ്റിംഗ് ആണ്. പുള്ളിക്ക് എന്തായിട്ടില്ല, ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ എത്തി കുറെ ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത കുറെ ആളുകളാണ് ഇതിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഹോം മീറ്റിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹോം മീറ്റിംഗ് ആയിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് അവിടെ എന്താ പറയാ നേരത്തെ പോയിട്ട് ഈ ആളുകളെ എത്തിച്ച് ഹോം മീറ്റിംഗ് നടത്താനുള്ള നമ്മുടെ പണി. ഓക്കെ, ഈ ഹോം മീറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് നടന്നാൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ ഡെവലപ്പ് ആവും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ആളുകളെ കൊണ്ടൊക്കെ ലിസ്റ്റ് ഇരിക്കുമ്പോൾ എന്റെ ഓർഗനൈസേഷൻ 1ലും 2ലുള്ള എത്ര ആളുകൾ ലിസ്റ്റ് ഇട്ടാലും അത് എന്റെയും കൂടി ലിസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലുള്ള ആളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ പണി അറിയാവുന്ന ഒരു പണിയെടുക്കുക എന്നതാണ് ഇതിൽ ചെയ്യുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി ഹോം മീറ്റിംഗ് നടന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ട്. പുതുതായിട്ടുള്ള ആളുകൾക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യണം. ആ ഹോം മീറ്റിംഗ് വിജയമാക്കണം. ഹോം മീറ്റിംഗ് നടത്തിയാൽ മാത്രം പോരാ, ആ ഹോം മീറ്റിംഗിൽ വന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതും ആ ലീഡറുടെ ഡ്യൂട്ടിയാണ്. ആ ഫോളോ അപ്പ് ചെയ്യാൻ ആളുകളെ ലീഡേഴ്സിനെ റെഡിയാക്കലും പിറ്റേന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്യലൊക്കെ നമ്മുടെ പണിയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ഇത് പഠിച്ചെടുക്കുന്നവരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യും, പാസീവ് ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് കുറേതായ പണികളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ കഴിഞ്ഞ് എന്താ പറയാ, നിങ്ങളുടെ കൂടെ കുറെ ലീഡേഴ്സ് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് നടത്തുക. നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലീഡേഴ്സ് വിളിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വരാൻ ചിലപ്പോൾ ലേശം എന്ത് ഉണ്ടാവും, ഒരു മടി ഉണ്ടാവും. കാരണം നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളല്ലേ. പക്ഷെ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചാൽ അവരെന്തായാലും വരും. അങ്ങനെ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുക, നിങ്ങൾ ലീഡറെയും വിളിക്കുക. അങ്ങനെ വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നടത്തിയിട്ട് അവർക്ക് ഈ ബിസിനസ് മനസ്സിലാക്കി കൊടുക്കുക, മുന്നോട്ട് എങ്ങനെ ചെയ്യണം. ഇങ്ങനെ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ടീം ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടന്നു, എന്റെ വീട്ടിൽ വർക്ക്ഷോപ്പ് നടന്നു. ആ വർക്ക്ഷോപ്പിൽ നിരന്തരമായിട്ട് വരുന്ന ആളുകളാണ് ഇപ്പോ ഇത്രയും വലിയൊരു ടീം എനിക്ക് ഉണ്ടാക്കി തന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടീം അവരുണ്ടാക്കി തരും. ആ ടീം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നാളെ പാസീവ് ഇൻകം. ഓക്കെ, നമ്മളിത് ചെയ്യുന്നത് എന്തിനാന്നുള്ള ധാരണ നമുക്ക് വേണം. പല ആളുകളും ഈ ബിസിനസ് എന്തിനാ ചെയ്യുന്നത് പോലെ ഒരു ധാരണയില്ലാത്ത ആളുകളാണ്. ഈ ബിസിനസ്സിൽ കൂടെ എന്തെല്ലാം കിട്ടും, നമ്മൾ എൻഡ് കണ്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നില്ലേ, ഈ ബിസിനസ്സിൽ കൂടെ എന്തെല്ലാം കിട്ടുന്ന ഒരു ധാരണ ഇപ്പോഴും നമുക്ക് ആർക്കും ഇല്ല. ശരിയാണോ അല്ലയോ? ഈ ബിസിനസ്സിൽ നിങ്ങൾ നോക്കി അറിയാം, ഈ ടീമിൽ തന്നെ ഒരുപാട് ലീഡേഴ്സ്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നു വേണ്ട, ഈ ടീമിലുള്ള ഏറ്റവും നല്ലൊരു ലീഡറാണ് നമ്മുടെ ഉമ്മർ സാർ. ഉമ്മർ സാറിന്റെ ജീവിതം എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ബിസിനസ്സിൽ കൂടി അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ. അതേപോലെ തന്നെ പുള്ളി ചെയ്ത പണി എന്താണോ, പുള്ളി ചെയ്ത വർക്ക് എന്താണോ, അത് നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അയ്യൂബ് സാറ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അയ്യൂബ് സാറ് ഒരു പണിയില്ലാത്തടത്ത് നിന്ന് വന്ന് തുടങ്ങിയ പണിയല്ലല്ലോ അത്. പുള്ളി ഗൾഫിൽ നല്ലൊരു ബിസിനസ്സോ ജോലി എന്നുള്ള സമയത്താണ് ഇത് കേൾക്കുന്നതും പിന്നെ ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യുന്നതും. അപ്പോ അത്രയേറെ സാധ്യതകളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക. കൂടെ നിന്നാൽ അവര് ഉണ്ടാക്കിയ നേട്ടങ്ങൾ മുഴുവൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്റെ സമയം ഏതാണ്ട് തീരാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ലീഡേഴ്സിനെ വിശ്വസിച്ച് അവര് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പൊ
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ അക്ഷരം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ലീഡേഴ്സിനനുസരിച്ച് മുന്നോട്ട് പോവുക.